Good morning, my dear children. Once again, you are welcome to the class. I hope everybody understood the previous class. Now, let us start with a poem that is Bed in Summer. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒരു കവിതയുമായി തുടങ്ങാം. So let's go to the poem that is Bed in Summer. All of you take page number 167 and listen to the text. Bed in summer. In winter, I get up at night and dress by yellow candle light. In summer, quite the other way, I have to go to bed by day. I have to go to bed and see the birds still hopping on the tree, or hearing the grown-up people's feet still going past me in the street. And does not seem hard to you when all the sky is clear and blue, and I should like so much to play, to have to go to bed by day. So നമുക്ക് ഇനി പോയം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പോയം ഇൻ ഡീറ്റെയിൽ. ബെഡ് ഇൻ സമ്മർ. എന്താണ് ബെഡ് ഇൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനലിലെ ഒരു ഉറക്കം. ബെഡ് ഇൻ സമ്മർ എന്ന് പറഞ്ഞാൽ ഉറക്കം, അല്ലെങ്കിൽ വേനൽക്കാലത്തെ ഒരു കിടക്കയിൽ കിടന്നിട്ടുള്ളൊരു കാഴ്ച, അങ്ങനത്തെ ഉള്ള അർത്ഥം കേട്ടോ. Look, in winter, I get up at night and dress by yellow candle light. In summer, quite the other way, I have to go to bed by day. In the winter season, I get up from the sleep at night itself, and I used to wear my clothes in the light of candle. ഓക്കെ, വിൻ്റർ സീസണിൽ മഞ്ഞുകാലത്ത് എനിക്ക് വൈകുന്നേരങ്ങളിൽ എണീക്കേണ്ടി വരാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മുടെ കാൻഡിൽ ലൈറ്റ്, മെഴുകുതിരി വെളിച്ചത്തിൽ ഞാൻ ഡ്രസ്സ് ധരിക്കാറുണ്ട്. ഓക്കെ, വിൻ്റർ സീസണിൽ ഞാൻ നൈറ്റ് എണീറ്റിട്ട് മെഴുകുതിരി വെളിച്ചത്തിൽ ഞാൻ ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. In summer, quite the other way, I have to go to bed by day. പക്ഷെ അതിന് വിപരീതമായിട്ട് വേനൽക്കാലം സമയത്ത് എന്താണ്, പകൽ സമയത്താണ് ഞാൻ എൻ്റെ ബെഡിലേക്ക് പോകാറ്, ഞാൻ ഉറങ്ങാനായിട്ട് പോകാറുള്ളത്. ഓക്കെ, I have to go to bed and see the birds still hopping on the tree, and hear the grown-ups people's feet still going past me in the street. I have to go to bed and see the birds still hopping on the tree. ഞാൻ പകൽ എനിക്ക് ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് I can see the birds still hopping on the tree. കിളികൾ മരച്ചില്ലകളിൽ ചാടി ചാടി നടക്കുന്നത് കാണാനായിട്ട് എനിക്ക് കഴിയാറുണ്ട്. Or hearing the grown-ups people's feet still going past me in the street. അല്ലെങ്കിൽ ഞാൻ ആ കിടക്കിൽ കിടക്കുന്ന സമയത്ത് മുതിർന്ന ആളുകൾ ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആ കാൽ സ്വരങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, I have to go to bed and see the birds still hopping on the tree. ഇപ്പോൾ പകൽ സമയത്ത് ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്താണ്, മരച്ചില്ലകളിൽ കിളികൾ ചാടി ചാടി നടക്കുന്ന സ്വരം ഞാൻ കേൾക്കാറുണ്ട്. ആൻഡ് ഓൾസോ ദ ഗ്രോൺ അപ്പ് പീപ്പിൾ ആർ പാസിങ് ഇൻ ദ സ്ട്രീറ്റ്. ഐ ക്യാൻ ഓൾസോ ഹിയർ ദ ഫീറ്റിൻ്റെ സ്വരം, അതായത് കാൽപാദത്തിൻ്റെ സ്വരം, നമ്മൾ നടക്കുമ്പോൾ കാലടിയുടെ സ്വരം നമ്മൾ കേൾക്കാറുണ്ട്. And does it not seem hard to you when all the sky is clear and blue, and I should like so much to play,
to have to go to bed by day. ഇനി ആകാശം നീല നിറമായിരിക്കുന്ന സമയത്ത്, എനിക്ക് കളിക്കാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ള സമയത്ത്, പകൽ സമയത്ത് ഞാൻ ഉറങ്ങാനായിട്ട് പോകേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? ഓക്കെ, എനിക്കതിൽ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്താണ് പറയുന്നത്? ആൻഡ് ഡസ് ഇറ്റ് സോ ഹാർഡ് ടു യു, നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? ഏതിലാണ് ചോദിക്കുന്നത്? വെൻ ഓൾ ദ സ്കൈ ഈസ് ക്ലിയർ ആൻഡ് ബ്ലൂ, നമ്മുടെ ആകാശയ്ക്കും നല്ല ക്ലിയറാണ്, അതുപോലെ നീല നിറത്തിലാണ്. ആൻഡ് ഷുഡ് ലൈക്ക് ടു ഗോ ടു പ്ലേ, എനിക്കെന്താണ് കളിക്കാനായിട്ട് ഇഷ്ടമാണ്, പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരുന്നു? എനിക്ക് ബെഡിലേക്ക് തന്നെ പോകേണ്ടി വരുന്നു, എനിക്ക് ഉറങ്ങേണ്ടതായിട്ട് വരുന്നു. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ എന്ന്? സോ ദിസ് ഈസ് എ പോയം റിട്ടൺ ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഓക്കെ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റ് എഴുതിയിട്ടുള്ള പോയാണ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് സം ക്വസ്റ്റ്യൻ. Who is the speaker of the poem? Is it a child or a grown-up person? From the picture itself, it is very clear that who is that. Okay, ഇതാരാണ് ഇതിൻ്റെ പറയുന്നത്? ഈ കവിത ചൊല്ലുന്നത് ആരാണ്? ഒരു കുട്ടിയാണോ അതോ ഒരു മുതിർന്ന ആളാണോ? ആ ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്കറിയാം. ഓക്കെ, സെക്കൻഡ്, why does the child have to dress up by candle light? എന്തുകൊണ്ടാണ് കുട്ടിക്ക് മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചത്തിൽ വസ്ത്രം ധരിക്കേണ്ടി വരുന്നത്? എപ്പോഴാണ് ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, വൈ ഡസ് ദ ചൈൽഡ് ഹാവ് ടു സ്റ്റേ ഇൻ ദ ബെഡ്? എന്തുകൊണ്ടാണ് കുട്ടിക്ക് പകൽ കിടക്കേണ്ടതായിട്ട് വരുന്നത്? എപ്പോഴാണ് നമ്മൾ പകൽ ഉറങ്ങുക? നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് എഴുതുക. ഹാവ് യു ഹാഡ് സച്ച് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഇൻ ബെഡ് വൈൽ യുവർ ഫ്രണ്ട്സ് വെർ പ്ലേയിങ്? ഹൗ ഡിഡ് യു ഫീൽ ദെൻ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കളിക്കുക, കൂട്ടുകാരൊക്കെ കളിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് ബെഡിൽ കിടക്കേണ്ടതായിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ടോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. വാട്ട് ഡിഡ് യു ഫീൽ ദെൻ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദർ ചിൽഡ്രൻ അറൗണ്ട് യു ഹു ഹാവ് ടു ബി ഇൻ ബെഡ് വൈൽ യു ആർ പ്ലേയിങ്? നിങ്ങളുടെ ചുറ്റുപാടത്ത് അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? അതായത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഇപ്പോഴും ബെഡിൽ കിടക്കുന്ന കുട്ടികളുണ്ടോ? ഡു യു നോ ദം? നിങ്ങൾക്ക് അവരെ അറിയാമോ? വാട്ട് മേക്സ് ദം ലൈ ഇൻ ദ ബെഡ്? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വരുന്നത്? വാട്ട് ക്യാൻ യു ഡു ഫോർ ദം? നിങ്ങൾക്ക് എന്താണ് അവർക്ക് ചെയ്യാനായിട്ട് കഴിയുക? ഓക്കെ, സോ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ സോ സിമ്പിൾ, സോ യു ക്യാൻ write the answers in your notebook. Okay, so let's go to the activity number 1. It's very interesting. Okay, activity number 1 വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ രസകരമാണ്. Okay, identify the rhythm of the song given below and add more lines to it. താഴെ തന്നിരിക്കുന്ന പോയത്തിൻ്റെ പാട്ടിൻ്റെ ഈണം കണ്ടെത്തി അതിനോട് കൂടുതൽ ലൈൻസ് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടീച്ചർ 1-2 പറഞ്ഞു തരാം, ബാക്കിയുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇഫ് ഐ ഫൈൻഡ്, ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ, അതായത് നമുക്ക് നോക്കൂ, ഇഫ് ഐ ഫൈൻഡ് എ ടൈലേഴ്സ് സൺ ഹീ വിൽ ടീച്ച് മീ ഹൗ ടു സ്റ്റിച്ച്, ഹീ വിൽ സ്റ്റിച്ച്, ഐ വിൽ സ്റ്റിച്ച്, വി വിൽ സ്റ്റിച്ച് ടുഗെദർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇഫ് ഐ ഫൈൻഡ് എ ടൈലേഴ്സ് സൺ ഹീ വിൽ ടീച്ച് മീ ഹൗ ടു സ്റ്റിച്ച്, ഹീ വിൽ സ്റ്റിച്ച്, ഐ വിൽ സ്റ്റിച്ച്, വി വിൽ സ്റ്റിച്ച് ടുഗെദർ. നോക്കൂ, ഇഫ് ഐ ഫൈൻഡ് എ പെയിൻറ്റേഴ്സ് സൺ ഹീ വിൽ ടീച്ച് മീ ഹൗ ടു പെയിൻറ്റ്, ഹീ വിൽ പെയിൻറ്റ്, ഐ വിൽ പെയിൻറ്റ്, വി വിൽ പെയിൻറ്റ് ടുഗെദർ. വൺസ് മോർ, if I find a painter's son, he will teach me how to paint, he will paint, I will paint, we will paint together. കിട്ടിയോ? അപ്പോൾ നമ്മളിവിടെ ടൈലറിൻ്റെ വർക്ക് എന്താണ്? സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മളതുപോലെ ഇഫ് ഐ ഫൈൻഡ് എ ടൈലർ സൺ, ഇപ്പോൾ ഞാനൊരു തുന്നൽക്കാരൻ്റെ മകനെ കാണുകയാണെങ്കിൽ
ഹീ വിൽ ടീച്ച് മീ ഹൗ ടു സ്റ്റിച്ച്. എങ്ങനെയാണ് തുന്നണേന്നുള്ളത് അവൻ എന്നെ പഠിപ്പിക്കും. ഹീ വിൽ സ്റ്റിച്ച്, അവൻ തുന്നും. ഐ വിൽ സ്റ്റിച്ച്, ഞാനും തുന്നും. വി വിൽ സ്റ്റിച്ച് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് തുന്നും. ഓക്കെ, അതുപോലെ തന്നെ പെയിൻറ്റേഴ്സ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാണ്, ഒരു ടീച്ചറിൻ്റെ മകനെ കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ഇഫ് ഐ ഫൈൻഡ് എ ടീച്ചേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു ടീച്ച്. ഹീ വിൽ ടീച്ച്, ഐ വിൽ ടീച്ച്, വി വിൽ ടീച്ച് ടുഗെദർ. കണ്ടോ? അപ്പോൾ ടീച്ചേഴ്സ് സൺ ആകുമ്പോൾ ടീച്ചറിൻ്റെ ജോലി എന്താണ്? ടീച്ച് എന്നുള്ളത് അല്ലേ? അപ്പോൾ നോക്കൂ, ഇഫ് ഐ ഫൈൻഡ് എ ടീച്ചേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു ടീച്ച്. ഹീ വിൽ ടീച്ച്, ഐ വിൽ ടീച്ച്, വി വിൽ ടീച്ച് ടുഗെദർ. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ് വേറൊരു ജോബ് എടുക്കാം. ഓക്കെ, കുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പാചകക്കാരൻ. ഓക്കെ, ഇപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയാം? നമുക്ക് ഒരുമിച്ച് ചൊല്ലി നോക്കാം കേട്ടോ. നോക്കൂ, ഇഫ് ഐ ഫൈൻഡ് എ കുക്ക് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു കുക്ക്. ഹീ വിൽ കുക്ക്, ഐ വിൽ കുക്ക്, വി വിൽ കുക്ക് ടുഗെദർ. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയേ. ഇഫ് ഐ ഫൈൻഡ് എ ടൈലർ സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു കുക്ക്. ഹീ വിൽ കുക്ക്, I will cook, we will cook together. ഇനി ഒരു ഡ്രൈവറെ നോക്കൂ, ലാസ്റ്റ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം, ഒരുമിച്ച് ചൊല്ലാം. ഓക്കെ, ഇഫ് ഐ ഫൈൻഡ് എ ഡ്രൈവർ സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു ഡ്രൈവ്. ഹീ വിൽ ഡ്രൈവ്, ഐ വിൽ ഡ്രൈവ്, വി വിൽ ഡ്രൈവ് ടുഗെദർ. കിട്ടിയോ? ഇഫ് ഐ ഫൈൻഡ് എ ഡ്രൈവർ സൺ, he will teach me how to drive. He will drive, I will drive, we will drive together. കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ അതുപോലെ ഒരു 3 ജോബിൻ്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനായിട്ട് നോക്കുക. വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. വേർഡ് ഗെയിമാണ്. നമ്മളിത് ചെയ്യാറുള്ളതാണ്, വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ, സ്റ്റാൻഡ് ഇൻ പെയർസ്, സെലക്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ. ഓക്കെ, നിങ്ങളോട് പെയറായിട്ട് നിൽക്കുക. അത് നമുക്കിപ്പോൾ ഇവിടെ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറയണത്, നിങ്ങൾ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ അതെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോയത്തിൽ നിന്ന് എടുത്തോളൂ, അല്ലെങ്കിൽ റിക്കി ടിക്കി ടോയ് എന്നുള്ളതിൽ ഒരു വാക്കെടുക്കുക. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മേക്ക് ആസ് മെനി വേർഡ്സ് ആസ് യു ക്യാൻ യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് യു ക്യാൻ സെലക്റ്റഡ്. നിങ്ങൾ അതിൽ നിന്നൊരു വാക്കെടുക്കുക. ഇപ്പോൾ പോയത്തിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ റിക്കി ടിക്കി ടോയിൽ നിന്നായിക്കോട്ടെ, ഒരു വേർഡ് എടുക്കുക. ആ വേർഡിൽ നിന്നും അതിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര വാക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഒരു വാക്കെടുക്കാം. ഏതെടുക്കേണ്ടത്? നമുക്ക് സെലക്ട് എന്നുള്ള വാക്കെടുക്കാം. സെലക്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും നോക്കൂ. ഇലക്ട്, ELECT അല്ലേ? പിന്നെ എന്തെന്നിടാം? സെറ്റ്, SET അല്ലേ? പിന്നെ എന്തെന്നുണ്ടാക്കാം? ലെറ്റ്, LET ഇല്ലേ? പിന്നെ എന്തെന്നുണ്ടാക്കാം? അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുക. എത്രയൊക്കെ എണ്ണം ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് എണ്ണം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ആൻസർ അയച്ചു തരുന്നതായിരിക്കും. ഐ ഹോപ്പ് എവ്രിബഡി എൻജോയ്ഡ് ടുഡേയ്സ് ക്ലാസ്. സോ ഡു ദ ഓൾ homework that I gave you, and we can meet at the next class. Okay, if you have any doubt, you can send a voice SMS to your class teacher. So I will be clearing your doubt. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഡൗട്ട് ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ.